അതേ അടുക്കളയിൽ പോയാലോ വായോ. പരിപ്പും കാബേജും വെച്ചിട്ട് ഒരു അടിപൊളി കറി പറഞ്ഞുതരാം. പരിപ്പ് ആദ്യം തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ഒറ്റ വിസിൽ നമ്മുടെ കാബേജിനെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വയ്ക്കുക. കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കുക കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ട് ഒരു നാളികേരം പൊട്ടിച്ച് ചിരകിക്കോ ആ പരിപ്പ് വേണതിൻ്റെ ഇടയിൽ. ആ ചെറിയ ചരമുറി മതിയിട്ടാണ് നമുക്ക്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു, അത് ചൂടായി. അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച് നമ്മുടെ കാബേജ്, പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് 3/4 ടീസ്പൂണോളം ഇട്ടോളൂ. മഞ്ഞൾപ്പൊടി ഇട്ടോളൂ. ഉപ്പ് പാകത്തിന്, മുളക് പൊടി ഇടണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടോളൂ. നല്ലറിയില്ലേ, ഒരു പരിപ്പും മുരിങ്ങക്കായും കറി വയ്ക്കില്ലേ നമ്മൾ, ആ ഒരു ഫീലാണ്, അതായത് ആ ഒരു ടേസ്റ്റാണ് അത് ഈ കറിക്ക് വരുന്നത് കേട്ടോ. കാബേജ് അതെ എന്താ പറയുക, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചോ നമ്മുടെ കാബേജിനെ. കാബേജ് ഒന്ന് പെട്ടെന്ന് വേവുന്ന ഒരു സാധനമല്ലേ, നല്ലോണം ഒന്ന് ഇളക്കിക്കോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ മുളകൊക്കെ എല്ലായിടത്തും എത്താൻ അടച്ചു വെച്ചു വേവിക്കാം. ഒരു പകുതി വേവാവുന്നതോട് കൂടിയിട്ട് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്താ പറയുക, ഉപ്പൊക്കെ ഒന്ന് നോക്കുക, നല്ലോണം ഉപ്പൊക്കെ ആയില്ലേന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കാൻ വരട്ടെ, പരിപ്പ് ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഈ കാബേജിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം ഇളക്കി പരിപ്പും നമ്മുടെ കാബേജും കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ചെരുക്കി വെച്ച നാളികേരത്തിൽ നിന്ന് ഒരു അരമുറി നാളികേരം മതി. അരമുറി നാളികേരം, ജീരകം കൂടെ, നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം കൂടി നല്ലോണം അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ പരിപ്പും കാബേജും അവിടെ വേവുണ്ടായിരുന്നില്ലേ, തിളപ്പിച്ച് വേവുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. കട നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല കളർ, വൈറ്റും വെള്ളയും ഓറഞ്ചും നല്ല ഭംഗിയുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഭംഗി മാത്രമല്ല കേട്ടോ, നമ്മളൊരു വെറൈറ്റി, അതായത് പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, അപ്പോഴറിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഇത് കടുക് പൊട്ടിക്കുക. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാത്രത്തിലേക്ക് താളിച്ചൊഴിക്കുക. കറി കാച്ചി ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സൈഡ്, ഒരു ഉപ്പേരിയും ഈ ഒരു ചാറ് കറി ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ്. നല്ല ഗംഭീര ടേസ്റ്റ്. അല്ലെങ്കിൽ ഉപ്പേരിയൊന്നും വേണമെന്നില്ല, ഒരു അച്ചാറായാലും മതി. ഈ കറിക്ക് പുളി ഇല്ലല്ലോ, പുളി ഇല്ലാത്തതുകൊണ്ട് പുളി വേണമെന്നുള്ള ഒരു അച്ചാർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരയ്ക്കുക. എരിവൊക്കെ ഉണ്ട് കേട്ടോ കറിക്ക്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നല്ല ഇഷ്ടമാവുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് കൂട്ടുക എല്ലാവരും. താങ്ക്